ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങാം അല്ലേ. ഇന്നും പതിവ് പോലെ തന്നെ മൂടി കെട്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ഗ്ലാസ് ചായയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ ആദ്യം തന്നെ ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമില്ലേ, അത് കുടിച്ചതാണ്. ഇത് രണ്ടാമതായിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത്. പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് വന്നപ്പോഴേക്കും അച്ഛനിതാ ഒരു പെട്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പെർപ്പിളിന് നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എത്തിയതാണ്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചായക്ക് പുട്ടും പിന്നെ നമ്മുടെ ചെറുപയർ കറിയാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ചെറുപയർ കറിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് അതും കൂടി കഴിക്കാം. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അടുത്ത പരിപാടി അൺബോക്സിംഗ് ആണ് ഗൈസ്. ഈ സംഭവം അൺബോക്സ് ചെയ്യാൻ എനിക്കൊരു സാധനവും എൻ്റെ കയ്യിൽ കിട്ടാറില്ല. ആദ്യമോനാണ് അൺബോക്സ് ചെയ്യുക. എന്ത് സാധനം വന്നിട്ടുണ്ടെങ്കിലും ഞാനും അത് അങ്ങനെ തന്നെ വെക്കൂട്ടോ, പൊട്ടിക്കാതെ. അവൻ വന്നിട്ട് ഓപ്പൺ ചെയ്യാന്നുള്ളത് രീതിയിൽ. ഇപ്പോൾ പർപ്പിളിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവത്തിലാണ് കേട്ടോ പൊതിഞ്ഞ് തരിക. പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഇതേപോലെ തന്നെ നോർമൽ എന്താ പറയുക, കടലാസാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കട്ടിങ് വരുന്നവരുടെ ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ഇതിന്നാണ് എന്താ പറയുക നമുക്കിപ്പോൾ സാധനങ്ങൾ കിട്ടുക. ഇതാണ് കേട്ടോ സംഭവം. പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ മേലെ നല്ലോണം നോക്കുന്നത് ഗൈസ്. മൊത്തം പൊടിയായിരുന്നു, കണ്ടോ, കംപ്ലീറ്റ് പൊടിയായിരുന്നു കേട്ടോ. ആ കവറ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ആ അടപ്പിൻ്റെ മേലെ മൊത്തം പൊടിയായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് പർപ്പിളിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്, ഇത്രയും പൊടി പിടിച്ചിട്ടുള്ളൊരു ഐറ്റം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ മേലെ കംപ്ലീറ്റ്ലി പൊടിയായി കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ അംഗത്തിലേക്ക് കടക്കുകയാണ് മക്കളെ. കറി വെക്കാനുണ്ട്. ചോറ് ഓൾറെഡി ആയിട്ടുണ്ട്. ചോറായി, കറി വെക്കാനുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും സൈഡായിട്ട് ഉണ്ടാക്കണം. നമ്മുടെ ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആയി പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കണം. ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മോനാണെങ്കിലും എല്ലാവരും ഒരുപാട് അങ്ങോട്ട് കഴിക്കുന്ന ആളുകളല്ല. എനിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് രാവിലെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടാവുമല്ലോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അത് വൈകുന്നേരം ചായക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് രാത്രി ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെ മിനിമലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, വെറുതെ വേസ്റ്റായി പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, അത് ചെറുതായിട്ട് ചെറിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സോയാബീനില്ലേ, സോയാബീന് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ഞാൻ തേങ്ങ ചിരകിയിട്ട് ഒന്ന് വറുത്ത് അരച്ചിട്ട് എന്തെങ്കിലും കറി വെക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ പരിപാടിയിലേക്ക് പോവാം. കറി വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്ക് വേണ്ടിയിട്ടും തേങ്ങ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തേങ്ങ ചിരവാം. ഉപ്പേരി ഇതാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഷോർട്ടായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, അന്ന് കണ്ടിട്ട് അതേപോലെ ഉണ്ടാക്കി നോക്കണേ. പിന്നെ ചെറിയ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യമോനെ വന്നിട്ട് പറഞ്ഞേ, അമ്മേ പാഷൻ ഫ്രൂട്ട് കവറിട്ട് കെട്ടിയിട്ടില്ലേ, അതിൽ കംപ്ലീറ്റ് വെള്ളം നിൽക്കുന്നുണ്ട്, അത് വെള്ളം നിന്നിട്ട് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഒരു കത്രിക എടുത്തിട്ട് വന്ന് ആ കവറിൻ്റെ അറ്റം, ഇതിപ്പോൾ ഗ്ലൗവും ഇല്ലേ നമ്മൾ കയ്യിൽ, ഞാൻ സോപ്പ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഗ്ലൗവാണ് കേട്ടോ, ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഗ്ലൗ ഇല്ലേ, അതാണ് എടുത്ത് കെട്ടിവെച്ചത്. അപ്പോൾ അതിൻ്റെ ഓരോ വിരലുകളും ഞാൻ തുഞ്ചം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എല്ലാ കവറിൻ്റെ മേലെയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. നല്ലോണം വെള്ളം നിന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ആ വെള്ളം ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങ് പൊക്കോളും. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പച്ചക്കറി കറി വെക്കുന്നത് എന്താ അറിയോ, തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഇട്ടിട്ടാണ്. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. തേങ്ങ വറുത്തരച്ചിട്ടാണ് സംഭവം നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള കറി, നല്ല ഭംഗിയും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ ദിവസവും കഴിച്ചു കൂട്ടാം കേട്ടോ. ഇത് കണ്ടോ, അത്രയും പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. പാത്രം കഴുകി കഴിഞ്ഞപ്പോഴേക്കും ഇരുടായി കംപ്ലീറ്റ്ലി. രാവിലെ മുതലേ മൂടിക്കെട്ടി നിൽക്കുകയാണെങ്കിലും കൂടെ
നന്നായിട്ട് ഇരുടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ ഇരുടാകും. അതിനുശേഷം ഞാൻ അലക്കാനുണ്ടായിരുന്നു, ഒരുപാടൊന്നുമില്ലേ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഇനി അവിടെ ഇങ്ങനെ വെച്ചേക്കണ്ട, നാളത്തേക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി പെട്ടെന്ന് കുറയല്ലോ എന്നുള്ളതിൽ അതൊന്ന് വേഗം അലക്കിയിടാണ്. അതിനുശേഷം അങ്ങനെ അലക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളായിരുന്നു. നാളത്തേക്ക് വയ്ക്കുമ്പോൾ കൂടുതലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ അലക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് നല്ല വെയിലില്ലായിരുന്നു. പിന്നെ അയലിലൊക്കെ ആറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിട്ടോ. പെട്ടെന്നാണല്ലോ ഇപ്പോൾ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല വെയിലുണ്ടായിരുന്നു. തുണി ഒന്ന് ആറി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഷീറ്റിൻ്റെ അടിയിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഉണങ്ങിക്കോളും. അലക്കൽ കഴിഞ്ഞ് ഞാനൊന്ന് മേലൊക്കെ കഴുകി ഒരു വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ ഭാഗങ്ങളാണിത്. അതിനുശേഷം മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ഒരു കോഴിമുട്ടയും കൂടി പൊരിച്ച് നമ്മുടെ ഉപ്പേരിയും നമ്മൾ വെച്ചിട്ടുള്ള തേങ്ങ വറുത്തരച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടാനും കറിയും എടുത്തിട്ട് നമുക്ക് ചോറുണ്ണാം. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ. അമ്മയും അച്ഛനും ഇവിടെ ഇല്ലായിരുന്നു. അവർ ചോറുണ്ണുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടെ ചോറ് കഴിക്കുകയാണ്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള നമ്മുടെ ഐറ്റംസ് എടുത്തിട്ട് നമ്മൾ ചോറുണ്ടാണ് കേട്ടോ. അത് ആദ്യമോൻ്റെ പ്ലേറ്റാണേ. കണ്ടോ, അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ചയാണ് പിറ്റേ ദിവസം. അതുകൊണ്ട് തന്നെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കണം. ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പണി കുറഞ്ഞ് കിട്ടുമല്ലോ. വലിയ പണിയൊന്നും അല്ലെങ്കിലും അതൊന്ന് അയൺ ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടതാണ് കേട്ടോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമില്ലേ, അതെടുത്തിട്ട് നമ്മുടെ കറ്റാർ വാഴയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം. അപ്പോൾ ആ കാര്യം ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലാതെ കറ്റാർ വാഴ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് കറ്റാർ വാഴ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്താ പറയുക, ഓരോ ക്രീം ഉണ്ടാക്കി നോക്കാനും നമുക്ക് ഓരോ ടിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ കറ്റാർ വാഴ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനത് നല്ല രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കും കേട്ടോ. അമ്മയും അച്ഛനും വന്ന സമയത്ത് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കഴുകിയതാണ്. അമ്മയാണെങ്കിൽ കഴുകിയിട്ട് ഉള്ളിയൊക്കെ അങ്ങനെ കഴുകിയിട്ട് അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിലുള്ള ആ ഒരു ഇതില്ലേ പച്ചക്കറി വെക്കുന്നത്, അതിലേക്ക് എടുത്ത് വെച്ചു. ആക്ച്വലി ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. ഒക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉള്ളി വലിയ ഉള്ളി തൊലി പോക്കിയിട്ട് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളത്. അമ്മ എന്തോ ഓർമ്മയിൽ അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ എന്താ പറയുക, നനവ് നിൽക്കാതെ അത് നല്ല രീതിക്ക് നിൽക്കും, അല്ലെങ്കിൽ വേഗം ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനും അമ്മയും അച്ഛനും മോനും കൂടെ പുറത്തേക്ക് പോവാണ് കേട്ടോ. പുറത്തേക്ക് പോകുന്നൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ആ കാണുന്ന ടവറിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നമുക്ക് ബസ്സൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോവേണ്ടി വരിക. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. ആ ടവറിൻ്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു ദിവസം നടന്നിട്ട് നമുക്കിങ്ങനെ പോവാം കേട്ടോ. അന്ന് നമ്മൾ പെയിൻ്റ് അടിച്ച ഭാഗം പിന്നെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്റ്റിക്കറല്ലേ. അത് ഞാൻ ഒന്ന് വാങ്ങി ഒട്ടിച്ചു. ഇനി ബാക്കി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് എത്തണം. പിന്നെ ആദിമോൻ്റെ കൂടെ കുറച്ച് നേരം പുസ്തകമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇതിപ്പോൾ നല്ല രാത്രി ആയതുപോലെ തോന്നുന്നില്ലേ? ആക്ച്വലി രാത്രി ആയതല്ല കേട്ടോ. നമുക്കിവിടെ കാറ്റും മഴയൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും ഇങ്ങനെ ഇരുട്ട് മൂടും. പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് ഇരുട്ടാകും. ഒന്നാമത്തേത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാണല്ലോ, ഒരു എന്താ പറയുക, മലമ്പ്രദേശമാണ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ ഇരുടാകും മഴക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഭയങ്കര മഴയായിരുന്നു, മിന്നലും ഇടിയും എല്ലാം കൂടി ആയിട്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരാൾ നമ്മുടെ എന്താ പറയുക കൊലയിലേക്ക് കയറി വന്നു കേട്ടോ. വലിയ വണ്ടാണ് കണ്ടോ. നമ്മുടെ ഈ തെങ്ങില്ലേ, തെങ്ങിൻ്റെ തൂമ്പൊക്കെ ഇവനാണ് അത്ര ഇങ്ങനെ നശിപ്പിക്കുന്നത്. ആ ഒരു ടൈപ്പ് വണ്ടാണ്. ഇവനെ വെക്കാൻ വേണ്ടി പാടില്ല, കൊല്ലണം എന്ന് പറഞ്ഞു.
പിന്നെ അതിനുശേഷം നമ്മൾ ചായ കുടിച്ചു. നമ്മൾ പുറത്ത് പോയി വരുന്ന സമയത്ത് പക്കാവട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്ന് ചായക്ക് കൂട്ടൽ. അപ്പോൾ അത് കൂട്ടി ചായ കുടിക്കാം. ഇപ്പോൾ വാട്സപ്പൊക്കെ ഉള്ളത് കാരണം ഹോംവർക്കിൻ്റെ കാര്യത്തിലത് ടെൻഷൻ അടിക്കട്ടെ. ടീച്ചർമാർ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ഇട്ട് തരും. അപ്പോൾ ആദ്യം മോനൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആളത് അവിടെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാണ് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. രാത്രി എന്താ അമ്മ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് എങ്ങാനും സാധാ നമ്മൾ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ അധിക കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എന്നാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം.